അതിനിടയിലാണ് ഈ ഒരു സ്ത്രീ കയറിയിട്ട് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ത് ചെയ്യുന്നത്. അവിടെ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ യായിറോസിന് ആവശ്യക്കാരനാണ്, കുഞ്ഞു മകളുടേതായിരിക്കുന്ന അത് വിടുതൽ ആവശ്യമാണ്. പക്ഷെ ഈ സ്ത്രീ ചിന്തിച്ചു, അങ്ങോട്ട് പോകുന്നതിന് മുൻപേ എനിക്ക് വിടുതൽ തന്നിട്ട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി. കണ്ടോ, വിടുതൽ പിടിച്ചു വാങ്ങിക്കുകയാണ്. വിടുതൽ പിടിച്ചു വാങ്ങിക്കുകയാണ്. ഈ സ്ത്രീയിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രോഗ അവസ്ഥ, അത് അന്നുണ്ടായിരുന്ന ഡോക്ടേഴ്സുമാർക്ക്, വൈദ്യന്മാർക്ക് അതിന്റെ കാരണം എന്തെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞതിന്റെ കാര്യം എന്താ അറിയാമോ, ഇതിന്റെ പുറകിൽ ഒരു രോഗബന്ധനം, ഒരു ബാധ ഉണ്ടായിരുന്നത് കൊണ്ട് ബാധ സ്കാനിങ്ങിനകത്ത് തെളിയത്തില്ല. ബാധ MRI സ്കാനിങ് തെളിഞ്ഞു വരുന്നില്ല. ബാധ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം അത് ഉള്ളതിനകത്ത് ഒന്നും അറിയത്തില്ല. ഇത് ബാധ തെളിയത്തില്ലെന്നേ. അത് രോഗബന്ധനമായിരിക്കുന്നത് കൊണ്ട് അതൊന്നും അറിയത്തില്ല. ഇന്നത്തെ ഉന്നതന്മാരായ ഡോക്ടർമാർ നോക്കിക്കോ, അറിയത്തില്ല. ഈ രോഗബന്ധനം അല്ലെങ്കിൽ ബാധ എന്ന് പറയുന്ന സംഭവം അത് ഡോക്ടേഴ്സിനോ ഏതെങ്കിലും ഉപകരണത്തിനകത്തോ ഇത് തെളിഞ്ഞു വരികയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് പൈശാചികമായ തലത്തില് അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ശരീരത്തിൽ നിന്ന് അത് പല പ്രാവശ്യങ്ങളിലായിട്ട് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അത് ശരീരം മെലിഞ്ഞു കാണും, അവള് അതുപോലെ ക്ഷീണാവസ്ഥയിലായി കാണും. അതാണ് ഒട്ടും ഭേദമില്ലാതെ പരവശയായിട്ടിരിക്കുന്ന സ്ത്രീ. ചിന്തിക്കണം, ഒട്ടും ഭേദമില്ലാതെ പരവശയായിട്ടിരിക്കുന്ന സ്ത്രീ. ഇനി വേറെ ഒന്നും പോകാനായിട്ട് അവർക്ക് വഴിയില്ല. വേറെ ഒരു വൈദ്യന്റെ അടുക്ക പോകാനായിട്ടില്ല. ഓരോരുത്തർ പറഞ്ഞു ഇന്ന വൈദ്യന്റെ അടുക്ക പോയാൽ ഇതിന് ഭേദം വരും, ഇന്ന വൈദ്യന്റെ അടുക്ക പോയാൽ. ഇന്ന് അങ്ങനെയാണല്ലോ, ഓരോ ഡോക്ടേഴ്സുമാർ പറയുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, പല ഡോക്ടേഴ്സുമാരുടെ അടുക്കൽ പോകുന്നു. പക്ഷെങ്കിൽ ബാധയാണെങ്കിൽ ഇത് ഡോക്ടേഴ്സിന്റെ അടുക്കൽ പോയി പൈസ കളയാന്നുള്ളതല്ലാതെ വിടുതൽ എന്ത് ചെയ്യത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി വിടുതൽ തരുവാൻ കഴിവുള്ള ആ ഒരുവനുണ്ട്. അവന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യണം, വരണം. അത് യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവ് താനിൽ വിശ്വസിക്കുന്ന അല്ലെ തന്നെ പിന്തുടരുന്ന ശിഷ്യന്മാരോട് ദൈവം അതിനുള്ള അധികാരം എന്ത് ചെയ്തു, കൊടുത്തു. പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകലവരത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റാത്ത കാര്യം, മറ്റ് പല വൈദ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, മന്ത്രവാദിക്ക് ഭേദമാക്കാൻ പറ്റാത്ത കാര്യം, അത് കർത്താവിന്റെ നാമത്തിൽ കൂടെ ഇന്നും ഭേദമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും വിടുതൽ വേണ്ടിയവർക്ക് വിടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയും വന്നിട്ട് ഈ വാത്സല്യ ദൈവഭക്തനിൽ കൂടെ, അത് ഇമ്മാനുവേൽ ഭാഷയിൽ കൂടെ എത്രയോ വിടുതലുകള് ദൈവം അയച്ചിട്ടുണ്ട്. എത്രയോ പേർക്ക് അത് അനുഗ്രഹ കാരണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. അത് ലോക വൈദ്യന്മാർ ഉപേക്ഷിച്ച ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതാണ് അതിന്റെ പിൻപില് ഒരു ബാധയായി രോഗബന്ധനമായി നിന്നപ്പോൾ, മറ്റു പല വഴികൾ നോക്കിയിട്ട് നടക്കാതിരുന്നപ്പോൾ ഇവിടെ കടന്നു വന്ന് എത്രയോ പ്രിയപ്പെട്ടവർ വിടുതൽ പ്രാപിച്ച് ഇന്ന് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഈ സ്ത്രീയെ നോക്കിക്കേ, ഇത്രമാത്രം രോഗാവസ്ഥയിലായിരുന്ന സന്ദർഭത്തിൽ അവിടെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു. യേശു കർത്താവ്, ഇത് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, യേശു കർത്താവ് പോകുന്നു എന്നുള്ളതായ ഒരു വാർത്ത അവൾ എന്ത് ചെയ്യുന്നു, കേൾക്കുകയാണ്. ഇവിടെ അത് നടന്നു പോകുന്നതായ ഈ യേശുവിനെയും ശിഷ്യന്മാരുടെയും നടുവിൽ യേശു ആരാണെന്ന് ഇത്ര കൃത്യമായി അറിയണമെങ്കിൽ ഇത് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉള്ളിൽ പ്രവർത്തിച്ചതല്ലാതെ മറ്റെന്താണ്? ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നിനക്ക് എത്തേണ്ട സ്ഥാനത്ത് കറക്റ്റായിട്ട് നീ എത്തിക്കും. അത് അവിടെ ഇവിടെ തപ്പി നടന്നിട്ട് ഒടുവിൽ യേശുവിന്റെ അടുക്ക വരികയല്ല, കറക്റ്റായിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടാൻ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പിൻപിൽ ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി കൂടെയാണ്. ഇവൾ അതുപോലെ കഷ്ടപ്പെട്ടു, ഇവൾ അതുപോലെ സഹിച്ചു. ഏറിയൊന്നും വൈദ്യന്മാരാ സഹിച്ചു. ഇനി എങ്ങും പോകാൻ നിർവാഹമില്ല, ഇനി മുടക്കാൻ പണമില്ല. വലിയ അസ്വസ്ഥപ്പെട്ട അനുഭവം, വലിയ ഭയപരവശയായി തീർന്നതായ അനുഭവം. പക്ഷെങ്കിൽ അതിന്റെ നടുവില് അവള് ഭവനത്തിൽ
ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്നോട് തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്തോ പറഞ്ഞെന്നറിയാമോ? ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ദൈവസാന്നിധ്യത്തോടുകൂടെ, ദൈവീയ കൃപയോടുകൂടെ, അല്ലെങ്കിൽ ആവശ്യബോധത്തോടുകൂടെ ദൈവാത്മാവ് ഇടപെട്ട വ്യക്തി അവർ ചെല്ലുമ്പോൾ അവരുടെ മുൻപില് ചില പ്രശ്നങ്ങൾ വഴിമാറിക്കൊടുക്കും, ചില പ്രതികൂലങ്ങൾ അവരുടെ മുൻപിൽ വഴിമാറിക്കൊടുക്കും. ഇവിടെ ആയിരിക്കുന്ന ദൈവത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്, നീ നന്നായി ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ നിന്റെ മുൻപിൽ ചില പ്രശ്നങ്ങൾ വഴിമാറിത്തരും. പുരുഷാരം അതൊരു വിഷയമായി അവിടെ കാണുമ്പോൾ ആ വിഷയങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് നിനക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നെങ്കിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ഒരു ദൈവീയ വിടുതലായിട്ട് അത് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും.